TCSന്റെ നാസിക് ഓഫീസിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഇപ്പോൾ രാജ്യത്തെ തന്നെ നടുക്കിയിരിക്കുകയാണ്. ഓഫീസിൽ മതപരിവർത്തനം നടക്കുന്നുവെന്ന ആരോപണം ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു വശത്തെ കേസിലെ മുഖ്യപ്രതി നിദ ഖാന്റെ സസ്പെൻഷൻ ലെറ്ററും അവർക്കായി തിരച്ചിൽ നടത്തുന്ന വാർത്തകളും പുറത്തു വരുമ്പോൾ, മറുവശത്ത് ഗോപാൽ എന്ന യുവാവ് ഗുൽഷനായി മാറിയതിന്റെ ഞെട്ടിക്കുന്ന ഫോട്ടോ തെളിവുകൾ പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു ടെറർ മോഡ്യൂൾ ആണ് എന്നാണ് മഹാരാഷ്ട്ര സർക്കാർ പറയുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത പുതിയ ഹർജിയും TCSന്റെ പുതിയ സാമ്പത്തിക റിപ്പോർട്ടുകളും, അങ്ങനെ ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കേസിൽ എങ്ങനെയാണ് പോലീസിന് ഇത്രയും കൃത്യമായ തെളിവുകൾ ലഭിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? നാസിക് പോലീസ് നടത്തിയ ഒരു രഹസ്യ നീക്കത്തിലൂടെ ആയിരുന്നു അത്. 4 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ക്ലീനിംഗ് തൊഴിലാളികളായിട്ട് വേഷം മാറി 40 ദിവസത്തോളം TCS ഓഫീസിനുള്ളിൽ ജോലി ചെയ്തിരുന്നു. ശുചീകരണ തൊഴിലാളികളായി നടന്ന അവർ ജീവനക്കാരുടെ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും നിദ ഖാൻ ഉൾപ്പെട്ട സംഘം എങ്ങനെയാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത് എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. ഈ രഹസ്യ അന്വേഷണത്തിലൂടെയാണ് ഇമ്രാൻ എന്ന പേരുള്ള ഒരു മലേഷ്യൻ പ്രഭാഷകന്റെ ഇടപെടലുകൾ പോലീസ് തിരിച്ചറിഞ്ഞത്. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാനാണ് പോലീസ് ഇത്തരം ഒരു അണ്ടർ കവർ മിഷൻ പ്ലാൻ ചെയ്തത്. ഇനി ഈ കേസിലെ പ്രധാന കേന്ദ്രം നിദ ഖാൻ എന്ന യുവതിയാണ്. തുടക്കത്തിൽ ഇവർ കമ്പനിയിലെ പവർഫുൾ ആയ ഒരു HR മാനേജർ ആണ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഇവർ TCSലെ ഒരു ടെലികോളർ മാത്രമാണ്. 2021 ജോലിയിൽ പ്രവേശിച്ച നിദയ്ക്ക് ഇത്രയും വലിയ സ്വാധീനം കമ്പനിക്കുള്ളിൽ എങ്ങനെ ലഭിച്ചു എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. നിലവിൽ നിദ ഖാൻ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ താൻ ഗർഭിണിയാണ് എന്നും മുംബൈയിലെ സ്വന്തം വീട്ടിലുണ്ട് എന്നും അവകാശപ്പെട്ടവർ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. TCS നൽകിയ സസ്പെൻഷൻ ലെറ്ററിൽ പറയുന്നത് ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്തതിനാൽ എന്നാണ്. എന്നാൽ ഇതിന് പിന്നിൽ അതിഭീകരമായ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നാണ് 8 വനിതാ ജീവനക്കാർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ കേസിൽ പോലീസിന് ലഭിച്ച ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ആണ് ഗോപാൽ എന്ന യുവാവിന്റെ പരിവർത്തനം. ഗോപാൽ എന്ന യുവാവ് ഗുൽഷനായി മാറിയതിന്റെ ഫോട്ടോ തെളിവുകൾ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. TCSൽ ജോലിക്ക് ചേരുമ്പോൾ ഗോപാൽ ഒരു സാധാരണ യുവാവായിരുന്നു. നിദ ഖാൻ ഉൾപ്പെട്ട സംഘത്തിന്റെ സ്വാധീനത്തിൽ വന്നതോടെ ഇയാളുടെ വേഷത്തിലും ഭാവത്തിലും ചിന്താഗതിയിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ പുറത്തു വന്ന ഫോട്ടോകളിൽ നിന്ന് വ്യക്തമാണ് അയാൾ പൂർണ്ണമായും മതം മാറിയിട്ടുണ്ട്, ഗുൽഷനായി മാറിയിരിക്കുകയാണ്. ഇസ്ലാം മാത്രമാണ് ഏക മതമെന്ന് വിശ്വസിപ്പിച്ചും അസുഖങ്ങൾ മാറാൻ മതം മാറണമെന്ന് നിർബന്ധിച്ചും നടത്തിയ ഈ നീക്കത്തിന്റെ ഇരയായിരുന്നു ഗോപാൽ. നിർബന്ധപൂർവ്വം തൊപ്പി ധരിപ്പിച്ചും നമസ്കാരം പഠിപ്പിച്ചും മാംസാഹാരം കഴിപ്പിച്ചും ഒരാളെ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാമെന്നതിന്റെ തെളിവായിട്ടാണ് പോലീസ് ഈ ചിത്രങ്ങളെ കാണുന്നത്. ഇന്ന് നടന്ന ഏറ്റവും വലിയ നീക്കം എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിലാണ്. അഡ്വക്കേറ്റ് അശ്വിനി കുമാർ ഉപാധ്യായ ഫയൽ ചെയ്ത ഹർജിയിൽ TCSലെ ഈ ആസൂത്രിത മതപരിവർത്തനത്തെ ഒരു ഭീകര പ്രവർത്തനം, ടെറർ ആക്ട് ആയിട്ട് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം ഇത് രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന കുറ്റകൃത്യമാണ് എന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. ഇതിന് പിന്നിൽ വിദേശ ഫണ്ടിംഗ് ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഈ കേസിനെ ഗൗരവകരമായിട്ടാണ് കാണുന്നത്. ഇതൊരു നിസ്സാര സംഭവമല്ല, മറിച്ച് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മോഡ്യൂൾ ആണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു. 7ഓളം പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓഫീസിലെ വനിതാ ജീവനക്കാരെ ഒറ്റപ്പെട്ട ടെറസുകളിൽ ജോലി ചെയ്യിപ്പിച്ചും അതുപോലെ മൊബൈൽ ഫോണുകൾ പിടിച്ചുവെച്ചും പീഡിപ്പിച്ചുവെന്ന വെളിപ്പെടുത്തലുകൾ അദ്ദേഹം സഭയിൽ പങ്കുവച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കമ്പനിയുടെ പദവികൾ ദുരുപയോഗം ചെയ്തു എന്നത് ഗൗരവകരമാണ്. നാസിക് പോലീസ് നിലവിൽ നിദ ഖാന്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും ബാങ്ക് ഇടപാടുകളും ഫോൺ രേഖകളും പരിശോധിച്ചു വരികയാണ്. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ വിദേശത്തു നിന്നോ മറ്റ് സംഘടനകളിൽ നിന്നോ ഒക്കെ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും നോക്കുന്നത്. ഹാരസ്മെന്റ് സംബന്ധിച്ച പരാതികളും ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാദങ്ങൾ ഒരു വശത്ത് പുകയുമ്പോൾ TCS തങ്ങളുടെ 2026 സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 23,460 ജീവനക്കാരെ പിരിച്ചുവിട്ട ശേഷം TCS ഇനി ലേ ഓഫുകൾ നടത്തില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 40,000 ഫ്രഷേഴ്സിനെ ഈ വർഷം നിയമിക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നു. പഴയ രീതിയിലുള്ള സാലറി ഇൻക്രിമെന്റ് ആ സൈക്കിളിലേക്ക് കമ്പനി മടങ്ങുകയാണ്. നാസിക്കിലെ സാഹചര്യം കണക്കിലെടുത്ത് നിലവിൽ അവിടെയുള്ള ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം നൽകിയിരിക്കുകയാണ് കമ്പനി. നാസിക് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളിൽ എംപ്ലോയി കോഡ് ഓഫ് കണ്ടക്റ്റിൽ വൻ മാറ്റങ്ങളാണ് കമ്പനി വരുത്തുന്നത്. ഓഫീസിനുള്ളിൽ മതപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ 0 ടോളറൻസ് പോളിസിയാണ് ടാറ്റ കൺസൾട്ടൻസി ചെയർമാൻ N. ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. TCS നാസിക് ശാഖയിലെ ഈ സംഭവങ്ങൾ നമുക്ക് മുന്നിൽ വെക്കുന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരു മനുഷ്യന്റെ വിശ്വാസങ്ങൾ അവന്റെ സ്വകാര്യതയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുമുണ്ട്. എന്നാൽ ആ വിശ്വാസങ്ങൾ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഒരു കോർപ്പറേറ്റ് ഓഫീസ് വേദിയാകുന്നുണ്ടോ? അതാണ് ഇവിടെ അന്വേഷണ വിധേയമാകുന്നത്. നിദ ഖാൻ എന്ന ജീവനക്കാരിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് ഇന്ത്യയിലെ IT മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്.
ഗോപാലിൽ നിന്ന് ഗുൽഷനിലേക്കുള്ള ആ ദൂരം സമ്മർദ്ദത്തിന്റെയാണോ അതോ സ്വന്തം തീരുമാനത്തിന്റെയാണോ എന്ന നിയമം കണ്ടെത്തട്ടെ. ഒന്നുറപ്പാണ്, വരും ദിവസങ്ങളിൽ ഇന്ത്യൻ കോർപ്പറേറ്റ് എത്തിക്സിനെ കുറിച്ച് വലിയ ചർച്ചകൾക്ക് ഈ ഒരു നാസിക് സംഭവം കാരണമാകും. കോർപ്പറേറ്റ് എത്തിക്സും മതപരമായ വിശ്വാസങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം എവിടെ അവസാനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.